നവരാത്രിയും ഭാരതവും മോദിജി. നമ്മുടെ ഭാരതത്തിന്റെ നേതാവ് മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ നേതാവായ കൃഷ്ണന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി എന്നതാണ് ഗോപികമാരുടെ ഒരു മഹാഭാഗ്യം എന്ന് പറയും അല്ലേ? അതേപോലെയാണ് മോദിജി നയിക്കുന്ന ഭാരതത്തിൽ ഒരു പൗരനായി ഒരു പൗരയായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മഹാഭാഗ്യമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം ത്രികാലജ്ഞാനിയും കൂടിയായിരിക്കും. വിശേഷിച്ചും ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങളിൽ നരേന്ദ്രൻ എന്ന് പേര് വിളിച്ച ആ മഹത് വ്യക്തിയെ വേണം ആദ്യം നമസ്കരിക്കാൻ. കാരണം ആ പേര് അന്വർത്ഥമായി എന്നുള്ളതാണ്. അജയ്യനായിട്ടുള്ള നേതാവായി മാറി ലോകം മുഴുവനും ഒച്ചാനിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമേരിക്കയോടാണ് പോയി പണി നോക്ക്, എനിക്കറിയാം എന്റെ ദേശത്തെ കൊണ്ടുപോകാൻ. നവരാത്രി വ്രതം കൊണ്ട് മാത്രം എന്നല്ല പറയുന്നത്, പക്ഷേ ഈ ശക്തി ആരാധന നരേന്ദ്രമോദിയെ നരേന്ദ്ര പദവിയിലേക്ക് നയിക്കാൻ ഈ ശക്തി ആരാധന, ഞാൻ നവരാത്രി വ്രതം എടുക്കുന്നുണ്ട് എന്ന് 10 പേരെ കാണിക്കാനോ കേൾപ്പിക്കാനോ അല്ല നവരാത്രി വ്രതം എടുക്കേണ്ടത്. ഇതെല്ലാം ഞാൻ സ്വീകരിച്ചതുപോലെ തന്നെയാണ് എന്നവിടെ പറയേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് ഇത് ലോകം അറിയുന്നത്. അല്ലെങ്കിൽ അറിയില്ല. അദ്ദേഹം എത്രയോ നവരാത്രിയും ഭാരതവും മോദിജി. ടീച്ചറെ നമസ്തേ. സന്തോഷം. നവരാത്രിയെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നവരാത്രിയുടെ സ്വാധീനം എന്താണ്, നവരാത്രി കൊണ്ട് എന്തൊക്കെയാണ് ഓരോ ആൾക്കാരുടെ പരിവർത്തനം സംഭവിക്കുക, ഈ പറയുന്ന ഭാരതമാതാവ് അല്ലെങ്കിൽ ഈ നമ്മുടെ പാർവതി ദേവിയുടെ ഓരോ ദൈവീക സങ്കല്പം, ഓരോ ചൈതന്യം എങ്ങനെയാണ് സ്വാംശീകരിക്കുക, ഓരോ ദിവസവും ഓരോ രീതിയിലാണ്. ഈ ഇടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നത്, മോദിജിയുടെ യാത്രയിൽ 9 ദിവസം വ്രതം ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഭക്ഷണം പോലും ഒരിടത്തുനിന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരാളെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കാൻ കഴിയുമോ നവരാത്രി കൊണ്ട്? ഒന്ന് പറയാമോ? വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ ഭാരതത്തിന്റെ നേതാവ് മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ നേതാവായ മോദിജിയെ കുറിച്ചിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും അഭിമാനം നമുക്ക് തരുന്ന, ഭാരതത്തിന് ഇത്രയധികം ഭാരതീയൻ എന്ന് പറയുമ്പോൾ ആത്മാഭിമാനം ഉണർത്തുന്ന ഒരു നേതാവ് ഇതിനു മുമ്പ് ഉണ്ടായോ എന്ന് സംശയമാണ്. എന്തായാലും നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹം ഈ ഭാരതത്തെ നയിക്കുവാൻ വന്നു എന്നുള്ളത് നമ്മുടെ കൃഷ്ണൻ, നമ്മൾ പറയാറുണ്ട് ഭാഗവതത്തില്, കൃഷ്ണന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി എന്നതാണ് ഗോപികമാരുടെ ഒരു മഹാഭാഗ്യം എന്ന് പറയും അല്ലെ? അതേപോലെയാണ് മോദിജി നയിക്കുന്ന ഭാരതത്തിൽ ഒരു പൗരനായി ഒരു പൗരയായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മഹാഭാഗ്യമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ മറ്റൊരു സംഗതി, നമ്മുടെ പൗരാണിക കാലങ്ങളില് അച്ഛനമ്മമാരെ ആയിരുന്നില്ല മക്കൾക്ക് പേരിട്ടിരുന്നത്. ആ ഒരു സാധാരണ ഒരു കുടുംബത്തിലായാലും, അത് പ്രഭു കുടുംബങ്ങളിലായാലും രാജകുടുംബങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ രാജഗുരു ഉണ്ടാകും. പ്രഭു കുടുംബങ്ങളിലും ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു ആചാര്യൻ ഉണ്ടാകും. അതേപോലെ സാധാരണക്കാർക്കാണെങ്കിൽ ആ ഗ്രാമത്തിലൊരു ആചാര്യൻ ഉണ്ടാകും, ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകും. ആ ജ്ഞാനിയായിട്ടുള്ള ഏത് തലത്തിലും ആയിക്കോട്ടെ, ജ്ഞാനിയായിട്ടുള്ള വ്യക്തിയാണ് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പേരിടുന്നത്. ആ ജ്ഞാനി എന്നുള്ളത് അദ്ദേഹം ത്രികാലജ്ഞാനിയും കൂടിയായിരിക്കും. വിശേഷിച്ചും ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ള വ്യക്തിയായിരിക്കും. അപ്പൊ ഈ കുട്ടി ജനിച്ച സമയം നോക്കിയിട്ട് ഇവൻ എങ്ങനെയുള്ള പുത്രനാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ആത്മാവാണ് ഇവിടെ കുഞ്ഞായിട്ട് പിറന്നിരിക്കുന്നത് എന്നുള്ളത് ഇവന്റെ ഭാവിയിലെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഈ അറിവ് വെച്ചിട്ടാണ് ഇവിടെ കുഞ്ഞിന് പേരിടുക. അങ്ങനെയാണ് ശ്രീരാമനായി കഴിഞ്ഞാലും ലക്ഷ്മണനായാലും കൗരവരായാലും പാണ്ഡവരായി കഴിഞ്ഞാലും സുയോധനൻ ഒക്കെ എല്ലാവരും പേരിട്ടിരിക്കുന്നത്. അപ്പോ നരേന്ദ്രൻ എന്ന് പേര് വിളിച്ച ആ മഹത് വ്യക്തിയെ വേണം ആദ്യം നമസ്കരിക്കാൻ. നല്ലൊരു എന്താ പറയാ തോട്ടാണ് കേട്ടോ, സാധാരണ രീതിയിലുള്ള തോട്ടല്ല. അതായത് അങ്ങനെ ഒരു പേരിടുന്നത് ആളെ നമ്മൾ ശരിക്കും മറന്നുപോയി. ടീച്ചർ ഓർമ്മിപ്പിച്ചു. കാരണം അത് നാളെ ഈ കുഞ്ഞൊരു സാമാന്യനായിട്ട് വരേണ്ടവനല്ല, ഒരു അസാധാരണക്കാരനാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരണം എന്നുള്ള ആ ഒരു
ശക്തമായിട്ടുള്ള ഇച്ഛാശക്തിയാണ് ആദ്യം പ്രവർത്തിച്ചത് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അത് അദ്ദേഹത്തിന്റെ അമ്മ, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് വീഡിയോകളിലൊക്കെ, അദ്ദേഹത്തിന്റെ അമ്മയുടെ മുഖത്തുള്ള ഒരു ചൈതന്യം എന്ന് പറയുന്നത്, അമ്മയുടെ ആ ചൈതന്യം, അവരുടെ അമ്മ ഒരു പക്ഷെ ഗർഭിണിയായിരിക്കുന്ന, ഒരു പക്ഷേ എന്നൊന്നല്ല, ഈ മകനെ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ഇച്ഛാശക്തി തന്നെ അത് മുഴുവനുമാണ് ഈ മകനിലേക്ക് സന്നിവേശിച്ചത്. അപ്പോ അതിനുശേഷമാണ് ഈ നാമകരണ പ്രക്രിയയൊക്കെ നടക്കുന്നത്. ആദ്യം ആ മഹാത്മാവിന് ഒരു നമസ്കാരമാണ് കൊടുക്കേണ്ടത്. കാരണം ആ പേര് അന്വർത്ഥമായി എന്നുള്ളതാണ്. അജയ്യനായിട്ടുള്ള നേതാവായി മാറി നരേന്ദ്രമോദി. ഇനി നമ്മൾ നവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോഴ് നവരാത്രി വ്രതം മാത്രമല്ല, ഭാരതത്തിന്റെ സനാതനമായിട്ടുള്ള എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊണ്ടിട്ടുള്ളത്. നമ്മൾ വെറുതെ പറയുന്നതല്ല, വെറുതെ അറിഞ്ഞു കണ്ടു എന്നൊന്നും പറയുന്നതല്ല. അതിനെ വേണ്ടത്ര ആഴത്തിൽ മനസ്സിലാക്കി അതിനെ ജീവിതത്തിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് തൻ്റെ ദേശത്തെ, തൻ്റെ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും, മുഴുവൻ വ്യക്തികൾക്കും ഇതാ ഇങ്ങനെ വേണം കൊണ്ടുപോകാൻ എന്ന് ജീവിച്ച് കാണിക്കുന്ന നേതാവാണ്. നമ്മുടെ നേതാക്കന്മാരിൽ എത്ര പേരുണ്ട് അങ്ങനെയെന്നറിയില്ല. എല്ലായിടവും പരിശുദ്ധമാക്കി വെക്കണം, മാലിന്യം വലിച്ചെറിയരുത്, ഇതൊക്കെ പറയുന്ന നേതാക്കന്മാരെന്താ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ സ്ഥലത്താണ് ഇതാണ് ഭാരതം എന്ന് ഈ ഒരൊറ്റ വ്യക്തിയുടെ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വാക്ക് ശ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഭാരതം എന്താണ് എന്ന് രണ്ടാമതൊരിടത്ത് നോക്കേണ്ട ആവശ്യമില്ല. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു അവതാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പുകഴ്ത്തി പറയുന്നത് എന്ന് തോന്നും. സത്യത്തിൽ ഓരോ ഭാരതീയന്റെ മനസ്സിലും ഇതുണ്ട്. അത്ര ഗംഭീരനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. പിന്നെ ഇനി നവരാത്രി വ്രതത്തിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും എല്ലാ വ്രതങ്ങളിലും അദ്ദേഹം ശ്രദ്ധ പുലർത്തുന്നുണ്ട്. പിന്നെ നിരന്തരം ഇത്തരം സാഹചര്യം, അതായത് ഈ വ്രതാനുഷ്ഠാനാദികളിൽ ഇപ്പോൾ അതുപോലെ നമ്മുടെ ഭാരതീയമായിട്ടുള്ള യോഗ തുടങ്ങിയിട്ടുള്ള സംഗതികൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു വ്രതാനുഷ്ഠാനം എന്നൊന്നും പറയുന്നത് അദ്ദേഹത്തിന്റെ നിത്യകർമ്മങ്ങൾക്കൊന്നിനും ഒരു തടസ്സവും സൃഷ്ടിക്കുന്നതല്ല. ഇത് ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. 9 ദിവസം വ്രതം എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അതൊരു സാധാരണ കാര്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള യാതൊരു ഉത്തരവാദിത്വങ്ങളും, എനിക്ക് വ്രതമാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. എത്ര ഭാരിച്ച ഉത്തരവാദിത്വവും അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. രാമേശ്വരത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ ആ അനുഷ്ഠാനം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല ഇതൊന്നും. അപ്പോ ഇത്തരത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ ഈ അയൽ രാജ്യങ്ങളോട് അയൽ രാജ്യങ്ങളെന്നല്ല, ലോകം മുഴുവനും ഒച്ചാനിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമേരിക്കയോടാണ് പോയി പണി നോക്ക്, എനിക്കറിയാം എന്റെ ദേശത്തെ കൊണ്ടുപോകാൻ എന്ന് ഇത്ര സധൈര്യം ഇങ്ങനെ പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു നേതാവുമില്ല, അല്ലെ? അപ്പൊ അതിനുള്ള ശക്തി വിശേഷം എവിടെ നിന്ന് വന്നു? ഉപാസന ബലമാണ് അദ്ദേഹത്തിന്റെ മെയിൻ ശക്തി. അതാണ്, അതിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി? ശക്തി ആരാധനയിൽ നിന്നാണ് ശക്തി ഉണ്ടാകുന്നത്. ശരിയാ, അല്ലെ? അപ്പോ ശക്തിയും പുരുഷനും ശക്തിയും, പുരുഷനും പ്രകൃതിയും ചേരുന്നതാണ് ഒരു സൃഷ്ടി എന്ന് പറയുന്നത്. പുരുഷൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ സൃഷ്ടിക്രമം പറ്റില്ല, സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും ഒരു പക്ഷേ പറ്റില്ല, ഒരു പക്ഷെ സാധിച്ചേക്കാം, അതും കൂടിയുണ്ട്. അപ്പൊ പുരുഷന് ഒറ്റയ്ക്ക് എന്തായാലും സാധ്യമല്ല. പുരുഷനോട് പ്രകൃതി ചേരുമ്പോ, പ്രകൃതി മീൻസ് ശക്തിയാണ്, ശക്തി ചേരുമ്പോഴാണ് സൃഷ്ടിക്രമം നടക്കുന്നത്, അതല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത വരുന്നത്. അപ്പൊ ഈ ശക്തിയെയാണ് ആയിരിക്കണം, നമുക്കറിയില്ല, നമ്മളോട് പേഴ്സണലായിട്ട് മോദിജി ഒന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ ജീവിത യാത്ര ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ശക്തിയെ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ നവരാത്രി ആരാധന. 9 ദിവസം തുടർച്ചയായിട്ടുള്ള ദേവി ആരാധന നമ്മുടേതായിട്ടുള്ള ഭാരതത്തിന്റെ മറ്റൊരു അനുഷ്ഠാനങ്ങളിലും വരുന്നില്ല. അപ്പോ ഈ 9 ദിവസവും തുളസി തീർത്ഥം
അത് ഇന്ന സമയം എന്നുണ്ട്. അപ്പൊ ഈ തുളസിക്കൊക്കെ ഇത്ര മഹാത്മ്യമുണ്ട് എന്നൊക്കെ ലോകം ശ്രദ്ധിച്ചത് കഴിഞ്ഞ നവരാത്രി കാലത്താണ് അല്ലെ. അദ്ദേഹത്തിന്റെ അതാണ്, അദ്ദേഹം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്, പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലാണ്, പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട സമയമാണ്. ഇതിനൊന്നിനും വ്രതമൊന്നും ഒരു തടസ്സമല്ല. കാരണം അദ്ദേഹം പറയാൻ, ഞാൻ തുളസി തീർത്ഥം സേവിക്കുന്നുണ്ട്, ഇതെവിടെ, ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലേ? അതാണ്. അപ്പോ ഈ പവർ അദ്ദേഹത്തിന്റെ അകത്ത് തന്നെയുണ്ട്. അപ്പൊ ഈ 9 ദിവസം അദ്ദേഹത്തിന്റെ ഒരു കർമ്മങ്ങൾക്കും അദ്ദേഹത്തിന്റെ ബുദ്ധിയെ ക്ഷീണിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒന്നുകൂടി ഉത്തേജിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതുകൊണ്ട് മാത്രം എന്നല്ല, നവരാത്രി വ്രതം കൊണ്ട് മാത്രം എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ശക്തി ആരാധന നരേന്ദ്രമോദിയെ നരേന്ദ്ര പദവിയിലേക്ക് നയിക്കാൻ ഈ ശക്തി ആരാധന ഉറപ്പായിട്ടും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഞാനും നവരാത്രി വ്രതം എടുത്തിട്ടുണ്ട്. എനിക്ക് ശക്തി വന്നില്ലല്ലോ. ഇതാണ് സാധാരണ നമ്മുടെ മനസ്സിലെ ഒരു ചോദ്യം. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രാഷ്ട്രീയപരമായിട്ട് നമ്മളുടെ ഈ ചർച്ചയെ കാണുന്നവർ പറയുന്നതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പറയാനുള്ളത്, ഈ ഇച്ഛാശക്തി അകത്ത് വെച്ചിട്ട് വേണം ഈ ജ്ഞാനശക്തിയെ, ഈ പരാശക്തിയെ കണക്ട് ചെയ്യേണ്ടത്, ഉപാസിക്കാനായിട്ട്. ഇത് ഞാൻ നവരാത്രി വ്രതം എടുക്കുന്നുണ്ട് എന്ന് 10 പേരെ കാണിക്കാനോ കേൾപ്പിക്കാനോ അല്ല നവരാത്രി വ്രതം എടുക്കേണ്ടത്. അദ്ദേഹം കാരണം അദ്ദേഹം ഇത്രയും കാലം നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഇല്ലേ. വിദേശത്ത്, അത് പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് പോയത് കൊണ്ടും അവിടത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങളുടെ ആതിഥേയത്വം അല്ലെങ്കിൽ നിങ്ങൾ അതിഥി എന്ന നിലയ്ക്ക് എനിക്ക് തന്ന സ്വീകരണത്തിൽ എനിക്ക് യാതൊരു പോരായ്മയും തോന്നിയിട്ടല്ല, ഒരു പരിഭവവും എനിക്കില്ല. ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങളുടെ ഈ സൽക്കാരത്തെ സ്വീകരിക്കാത്തത്, ഇതെല്ലാം ഞാൻ സ്വീകരിച്ചതുപോലെ തന്നെയാണ് എന്നവിടെ പറയേണ്ടി വന്നത് കൊണ്ട് മാത്രമാണ് ഇത് ലോകം അറിയുന്നത്. അല്ലെങ്കിൽ അറിയില്ല. അദ്ദേഹം എത്രയോ കാലമായിട്ട് പിന്തുടരുന്ന ജീവിത നിഷ്ഠയോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോ ഉറപ്പായിട്ടും ഈ ശക്തി ആരാധന, പരാശക്തിയുടെ ആരാധന തന്നെയാണ് അദ്ദേഹത്തെ ഈ അമരത്വത്തിലേക്ക് നയിക്കുന്നത്. എന്തൊരു തേജസ്സാണ് ആ നടന്നിങ്ങ് വരുന്നതൊക്കെ കാണുമ്പോൾ. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കുന്ന ദേശസ്നേഹവും ശക്തിയും വീണ്ടും ഉപയോഗിക്കുക. അതേ പദം തന്നെയാണ്, വളരെ ശക്തമാണ് ആ പദം. ഇല്ലെങ്കിൽ ഒരു അർദ്ധരാത്രിക്ക് നമ്മളുടെ കാലത്തോ നമ്മുടെ മുന്നേയുള്ള കാലഘട്ടത്തിലോ ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു സംഗതിയാണ് ഒരു രാത്രി 10 മണി ന്യൂസിൽ പിറ്റേ ദിവസം രാവിലെ മുതൽക്ക് നോട്ട് നിരോധനം വരുന്നത്. കലാപങ്ങൾ ഉണ്ടാവേണ്ടതാണ് ഇവിടെ, നിന്ന് കത്തേണ്ടതാണ്. നിയോഗമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയതും. എന്തായാലും ടീച്ചർ വളരെ സന്തോഷം. ഈ പറയുന്ന നവരാത്രി വ്രതങ്ങൾ അല്ലെങ്കിൽ നവരാത്രി ഒരാൾ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരുപാട് തെളിവുകൾ ഉണ്ടെങ്കിലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പരാശക്തിയെ 9 ഭാവങ്ങളിൽ 9 ദിവസങ്ങളിൽ സ്വാംശീകരിച്ച് ഒരു അമ്മയായി അമ്മ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ആ പ്രകൃതിയിലേക്ക് സമർപ്പിക്കുകയും അത് സമൂഹത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ. അത് മാത്രമല്ല, ഒരു സംഗതിയും കൂടി പറയാം നമുക്ക്. എന്താണോ ഇത്, പ്രപഞ്ചമാതാവിനെയാണ് നമ്മൾ ഉപാസിക്കുന്നത് അല്ലെ. സർവസമർപ്പണ ഭാവത്തോടു കൂടി വേണം. അല്ലാണ്ട് എനിക്കിത് നേടാനാണ് എന്നുള്ള രീതിയിലല്ല. ഈ നമ്മൾ തളർന്ന് വീഴുന്ന സമയത്ത് നമുക്കിങ്ങനെ യാതൊരു ഈഗോ പ്രോബ്ലവും ഇല്ലാതെ, ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ എൻ്റെ സ്ഥാപനത്തിന്റെ മേലധികാരി, HOD ആണ്, മേലധികാരിയാണ്, ഞാൻ ഇതിന്റെ ഹെഡാണ്, ഡയറക്ടറാണ്, ഒന്നുമില്ല. അമ്മയെ ശരിക്കും എത്രയോ തവണ ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അമ്മ മടിത്തട്ട്, അമ്മയുടെ മടിയിലേക്ക് ഓടിപ്പോയിട്ടൊന്ന് വീഴാനായിട്ട്. അതേ മനോഭാവത്തോടു കൂടി വേണം ഈ പരാശക്തിയെ ആരാധിക്കുവാനായിട്ട്. അമ്മയാണ് എന്നുള്ള സങ്കല്പത്തിൽ അവിടെ ചെന്ന് വീണ് കൊടുത്താൽ തിരിച്ച് ആ അമ്മ അമൃതാണ്. സ്തന്യം എന്ന് പറയുന്നത്, അമ്മയുടെ മുലപ്പാല സ്തന്യം എന്ന് പറയുന്നത്, അതിനേക്കാൾ കവിഞ്ഞൊരു അമൃത് ഈ മനുഷ്യ ജീവിതത്തിൽ ലഭിക്കാനില്ല. ആ അമൃത് ഏത് പ്രായത്തിലും ചുരത്തിത്തരും നമുക്ക്.
ആ സ്നേഹത്തിൽ ഈ എന്ത് തടസ്സമുണ്ടെങ്കിലും എന്ത് തളർച്ചയുണ്ടെങ്കിലും അതിനെ എല്ലാം മാറ്റിമറിച്ചിട്ട് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സ്നേഹമാണ് അമ്മയുടെ ഒരു സ്പർശനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പം ടീച്ചർ പറഞ്ഞതുപോലെ അമ്മ എന്നുള്ള സങ്കല്പത്തിൽ പോവുകയാണെങ്കിൽ ഈ പരാശക്തിയുടെ എന്താ പറയുക പ്രസൻസ് നമുക്കറിയാൻ പറ്റും. ഉറപ്പായിട്ടും നമുക്കറിയാൻ പറ്റും. ഈ ശിവോഹത്തിനകത്ത് വിളിക്കുന്ന ഒരുപാട് ആൾക്കാര് മഹാദേവനെ അച്ഛനായി സങ്കല്പിച്ചിട്ടാണ് വിളിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അതില് പ്രദീപ് ജി, ഞാൻ അച്ഛനായി സങ്കല്പിച്ചിട്ടാണ് മഹാദേവനെ കാണുന്നത്, വല്യച്ഛനായി സങ്കല്പിച്ചിട്ടാണ് കാണുന്നത്, എന്റെ അമ്മയായി സങ്കല്പിച്ചിട്ടാണ് പാർവ്വതീദേവിയെ കാണുന്നത്. പക്ഷെ പാർവ്വതീദേവിയെ മിക്കവാറും കണ്ട ആൾക്കാര് അപ്പൊ ആദ്യം സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു എന്താ പറയാ അവരുടെ ഇല്യൂഷൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് ആവുമ്പോൾ മനസ്സിലാവും. കാര്യം ഇവർക്ക് ഭസ്മത്തിന്റെ മണം കിട്ടുന്നുണ്ട്, പിന്നെ ശംഖിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ ദശനാദങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ പാർവതി ദേവി വളരെ പെട്ടെന്ന് പ്രസൻസ് കൊടുക്കുന്ന ഒരാളാണ്. ആ ദേവിയുടെ ചൈതന്യം, ഈ പരാശക്തിയെ നമ്മൾ സ്വാംശീകരിക്കുകയാണെങ്കിൽ, അമ്മയായി സങ്കല്പിച്ച് ചെയ്യുകയാണെങ്കിൽ 100% ഡെഡിക്കേഷൻ. ടീച്ചർ പറഞ്ഞതിനകത്ത് 2 വാലിഡ് പോയിന്റ്സ് ഉണ്ട്. എല്ലാം വാലിഡ് പോയിന്റ്സുകളാണ്, എല്ലാം തിരിച്ചറിവുകളാണെങ്കിൽ തന്നെയും ഒന്ന്, നരേന്ദ്രമോദിജിക്ക് ആ നരേന്ദ്രൻ എന്ന് പേരിട്ട ആ ഒരു ആത്മീയ ഗുരു അല്ലെങ്കിൽ ആ ഒരു പ്രശസ്തനായ അദ്ദേഹത്തിന് നമ്മൾ പ്രണമിക്കുക തന്നെ വേണം. 2, അദ്ദേഹത്തിന്റെ ആ ഒരു ത്രികാല ജ്ഞാനം കൊണ്ടാണ് ആ ഒരു പേരിട്ടേക്കുന്നത്. 2, പാർവതി ദേവിയെ, പരാശക്തിയെ അമ്മയായിട്ട് സങ്കല്പിക്കുക മാത്രമല്ല, അമ്മയായി കണ്ടുകൊണ്ട് നമ്മൾ അർപ്പണ മനോഭാവത്തോടെ അർപ്പിച്ചു കഴിഞ്ഞാൽ ഈ നവരാത്രി എന്നും ഒരു ത്രികാല ജ്ഞാനമായി നമ്മൾ സ്വാംശീകരിച്ച് വലിയൊരു അറിവിന്റെ, നമ്മൾ ഫേസ് ചെയ്യുന്ന ഏത് പ്രശ്നങ്ങളിലും നമ്മൾ ഈ സാധാരണ രീതിയിൽ ഈ സിറ്റുവേഷണൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും വരുമ്പോൾ നമ്മൾ ശൂന്യതയായി പോകും. അപ്പോൾ ഏത് സമയത്തും നമ്മുടെ ചിന്താരീതികളെ നല്ല ബുദ്ധിയിലേക്ക് നയിക്കാൻ ഈ നവരാത്രി സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.